ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 3 നേരം വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ അതേപോലെ ഈവനിങ് സ്നാക്ക് ആക്കിയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയുടെ വീഡിയോ ആണ്. അധികം ചേരുവകളൊന്നും ഇല്ല. ഇപ്പോൾ മാംഗോ സീസൺ ആണല്ലോ, അപ്പോൾ ഇത് വെച്ചിട്ട് എല്ലാവർക്കും റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് നമുക്കൊരു പാത്രം എടുക്കുക. അതിലോട്ട് അരക്കപ്പ് ഗോതമ്പ് പൊടി ഇട്ടെടുക്കുക. ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന പൊടിയാണിത്. ഇത് അരക്കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അരക്കപ്പ് തന്നെ മൈദാപ്പൊടി എടുക്കുക. രണ്ടും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് ഗോതമ്പ് പൊടിയിലോ അല്ല ഫുള്ളായിട്ട് മൈദയിലോ ഉണ്ടാക്കാം. ഞാനിപ്പോൾ എല്ലാം രണ്ടും അരക്കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗോതമ്പ് പൊടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഉപ്പ് എല്ലായിടത്തും ആയതിനു ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കൈവച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. എന്നാലേ എല്ലായിടത്തും ഈ ഓയിലും ഉപ്പൊക്കെ നമുക്ക് എത്തത്തുള്ളൂ. സ്പൂൺ വെച്ചിട്ട് മിക്സാക്കിയാൽ ശരിയാകത്തില്ല. അങ്ങനെ മിക്സാക്കി വരാം. കണ്ടല്ലോ, നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ചപ്പാത്തിൻ്റെ ഡോ ആക്കിയ പോലെ ആക്കാം. അതിനേക്കാൾ കുറച്ച് ലൂസിൽ വേണം. നല്ല ഹാർഡായിട്ട് പോകരുത്, സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഇപ്പോൾ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഓരോ പൊടിക്കും ഓരോ അളവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം അറിയുന്നതല്ലേ ഇങ്ങനെ കുഴക്കാനൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് കുഴച്ചിട്ട് വരാം. അപ്പോൾ ഞാനങ്ങനെ കുഴച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലോട്ട് ഇച്ചിരി ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇത് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ പറയുന്നത്. അധികമൊന്നുമില്ല, ഒരു ഇച്ചിരി ഒരു ടീസ്പൂൺ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഇത് അവിടെ മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു മാമ്പഴമാണ്. നല്ല പഴുത്ത മാമ്പഴമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലവണ്ണം പൾപ്പാക്കി വരാം. ഒട്ടും തന്നെ ഇപ്പോൾ വെള്ളം കൂട്ടാതെ അങ്ങനെ തന്നെ അരച്ചിട്ട് വരാം. കണ്ടല്ലോ, ഞാനങ്ങനെ അരച്ച് വന്നിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് 1 ടീസ്പൂൺ മാത്രം നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് നല്ലവണ്ണം ഒന്ന് മെൽറ്റായിട്ട് വരണം. ഇതിലോട്ട് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇതൊന്ന് റോസ്റ്റ് ചെയ്യണം. നല്ലൊരു മണം വരുന്നത് വരെ നമുക്കിങ്ങനെ ഒന്ന് വറുത്തെടുക്കാം. വറുത്ത റവയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഇത് വറുക്കാത്ത റവ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുന്നത്. എങ്കിലും ഒന്ന് ചൂടാക്കണം കേട്ടോ, നിങ്ങൾ റവ വറുത്തതാണെങ്കിൽ. പിന്നെ ആദ്യമായിട്ടാണോ കാണുന്നുണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പോരാത്തതിന് ഒരു ലൈക്ക് തരാനും മറക്കരുത്. അങ്ങനെ ഇപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വരാം. ഇതിലൊക്കെ ഒരു 3 ടീസ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1/4 കപ്പൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് നല്ല മധുരം ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 കപ്പ് വരെ ആകാം. ഇപ്പോൾ ഞാനിവിടെ 3 ടീസ്പൂൺ മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇനി പഞ്ചസാര മെൽറ്റാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഈ സമയം തീയൊന്ന് കുറച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിപ്പോകും. അപ്പോൾ പഞ്ചസാര അലിഞ്ഞ് ചേരില്ല. നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള മാമ്പഴത്തിൻ്റെ പൾപ്പുണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക. ഇതേപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ റവയും മാമ്പഴമൊക്കെ നല്ലവണ്ണം ഒന്ന് വറ്റി വരുന്നത് വരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിന് ഫ്ലേവറിലായിട്ട് ഏലക്കായൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല. ആ മാങ്ങയുടെ ആ ടേസ്റ്റ് അങ്ങനെ തന്നെ വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഫ്ലേവറൊന്നും ചേർക്കാത്തത്. ഇപ്പോൾ കണ്ടല്ലോ, നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട്. ഒന്നും കൂടി വറ്റുമ്പോൾ നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. കുറച്ചും കൂടി ഇതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്, അതെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടണം. എന്നിട്ട് നമുക്കൊരു ഡോ പിടിക്കാൻ കിട്ടുന്നത് അത്രയും പരുവത്തിൽ കിട്ടുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ കണ്ടല്ലോ, ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ പോയി കിട്ടണം. അതിനായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രീസറിൽ ഒരു 2 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ലവണ്ണം ചൂട് പോയി കിട്ടും. ഇനി നമ്മുടെ മാവ് എന്തായി നോക്കാം. നല്ല സോഫ്റ്റായിട്ട് ഓയിലൊക്കെ കുടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റണം ഇതിനെ. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ടോട്ടൽ 1 കപ്പാണല്ലോ എടുത്തിട്ടുള്ളത്. നമുക്കൊരു 3 എണ്ണം ആക്കിയിട്ട് മാറ്റാം. നല്ലവണ്ണം ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്കിതിനൊന്ന് പരത്തി കൊടുക്കാം. പരത്തുന്നത് ഇപ്പോൾ കാണിക്കുന്നില്ല, നിങ്ങൾ കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല വെറുതെ എന്തിനാ അല്ലേ. ഇതെല്ലാവർക്കും അറിയുള്ളൂ പരത്താനൊക്കെ. ഇപ്പോൾ ഞാൻ പൂരി വലുപ്പത്തിലാണ് ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നേരത്തെ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല മാംഗോൻ്റെ ഇത്. അതിനെ നമുക്ക് 3 ബോളാക്കിയിട്ട് മാറ്റാം.
എന്നിട്ട് ഇതിന് നടുക്കായിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇത് ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്യുന്ന വിധത്തിൽ വേണം ഒന്ന് മൂടിയെടുക്കാനായിട്ട്. ഇങ്ങനെ പുറത്ത് വരാതെ വേണം ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കാനായിട്ട്. മാവ് നല്ല സോഫ്റ്റ്, അതിൻ്റെ പേരിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ ബാക്കിയുള്ള രണ്ടെണ്ണം കൂടി ഇതേപോലെ ആക്കിയെടുക്കാം. ഇങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ട് വരാം. കണ്ടില്ലേ, 3 ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഒന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. കണ്ടല്ലോ, ഇപ്പം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാനിലോട്ട് ഇട്ടിട്ട് ഒന്ന് അപ്പുറം മൊരിച്ചിട്ട് എടുക്കാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ചൂടാകുമ്പോഴത്തേക്ക് അതിലോട്ട് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഓയിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളറാകും മൊരിയുന്നത് വരെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഇതിങ്ങനെ തന്നെ ഒരു സ്പാച്ചിലോട് ചട്ടവനോട് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നാലേ ഈക്വലായിട്ട് എല്ലായിടത്തും ഒന്ന് മൊരിഞ്ഞ് വരൂ. ആ സൈഡിൽ ഇങ്ങനെ മൊരിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും അതേ സൈഡ് മറ്റേ സൈഡിലും കൂടി ഇങ്ങനെ ആക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ ഒഴിച്ചിട്ടില്ല, അങ്ങനെ തന്നെ മുരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ, അങ്ങനെ ഞാൻ 3 എണ്ണം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തിട്ട് നമുക്ക് ഇതിനെ 3 നേരം ഏത് വേണം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് തൈര് മാത്രം മതി. ഈ തൈരിൽ മുക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് തരാനും മറക്കരുത്. അപ്പോൾ ഇത്ര നേരം എന്നെ സഹിച്ചതിന് ഒത്തിരി താങ്ക്സ്.